സോ ഇത് കണ്ടോ, ഇതിനകത്ത് ഇവിടെ 80 തന്നിട്ടുണ്ട്. സോ y കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. y ഈക്വൽ ടു 80 ആണ്, ബിക്കോസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ അല്ലെ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇനി x കണ്ടുപിടിക്കണ എങ്ങനെയാ? 180 മൈനസ് എക്സ് ചെയ്താൽ മതി അല്ലെ. 180 മൈനസ് എക്സ്, സോറി 180 മൈനസ് 80 അല്ലെ. 180 മൈനസ് 80 ചെയ്താൽ എക്സ് കിട്ടും. അഡ്ജസന്റ് ആംഗിൾസ് സപ്ലിമെന്ററി which is 100. okay, x equal to 100 കിട്ടും. z എന്ന് പറഞ്ഞാൽ എന്താണ്? z ഉം ഇതും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലെ. z is equal to 80 which is corresponding angles. മുഴുവൻ എഴുതി വെക്കണം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? മറ്റൊരു രീതിയിൽ കണ്ടുപിടിക്കാം. ഈ ആംഗിളിനെ 1 എന്ന് വിളിക്കാം. സോ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ x ആണ് അല്ലെ. സോ ആംഗിൾ 1 ഈക്വൽ ടു x എത്രയായിരുന്നു? 100 ആയിരുന്നു. സോ x 1 ഈക്വൽ ടു 100. ഈ ആംഗിൾ 100 കിട്ടി. z എങ്ങനെ കണ്ടുപിടിക്കാം? ലീനിയർ പെയർ അല്ലെ. സോ ആംഗിൾ z പ്ലസ് ആംഗിൾ 1 ഈക്വൽ ടു 100. സോ ഇറ്റ് ഈസ് 80 പ്ലസ് 100 അല്ലെ. ആംഗിൾ 1 x ഈക്വൽ ടു എത്ര? 100 ആണ് അല്ലെ. സോറി, z പ്ലസ് 1 is 180. സോറി. So z plus angle 1 എന്ന് പറഞ്ഞാൽ 100 equal to 180. z equal to 180 minus 100. So z equal to 80. Okay, so അതത്രേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ഇത് 112 ആണ്. സോ y equal to 112 ആണ് അല്ലെ. y 112 കിട്ടി. ഇനി ഈ ട്രയാങ്കിൾ എടുത്ത് നോക്കി, ABC ട്രയാങ്കിൾ എടുത്ത് നോക്കുക. y കണ്ടുപിടിക്കാം അല്ല, x കണ്ടുപിടിക്കാം. y ഓൾറെഡി കിട്ടി. ഓക്കെ, സോ ഇൻ ട്രയാങ്കിൾ ACB അല്ലെങ്കിൽ ABC, ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി 40 പ്ലസ് y പ്ലസ് x ഈക്വൽ ടു 180. y ഓൾറെഡി അറിയാം, ദാറ്റ് ഈസ് 40 പ്ലസ് 112 പ്ലസ് x ഈക്വൽ ടു 180. ഇനി നിങ്ങളത് തന്നെ കണ്ടുപിടിച്ചോ. അപ്പോൾ x കിട്ടും. x കിട്ടിക്കഴിഞ്ഞാൽ z കിട്ടും. x z ഈക്വൽ ആണ് അല്ലെ. ഓൾട്ടർനേറ്റ് ആംഗിൾസ് x equal to z. Okay, x is in 1 to 2. That's all.